നമസ്കാരം. ലോകത്തെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇറാനും യുഎസും തമ്മിലുള്ള വെല്ലുവിളികളും പോർവിളികളും ഒക്കെ ഇപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പം വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു വാക്പോരുകളും മറ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണങ്ങൾ? എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ജൂണിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചു. ആ സമയം ഇറാൻ സംയമനം പാലിച്ചു. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ നിയന്ത്രണം പാലിക്കില്ല. ഇറാന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കും. ഇങ്ങനെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത്. തന്നെ ഇല്ലാതാക്കിയാൽ അമേരിക്ക ഇറാനെ തുടച്ചു നീക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടിച്ചത്. അതിനുള്ള ഉത്തരവുകൾ നൽകിയിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയാൽ പൂർണ്ണ യുദ്ധമായിരിക്കും ഫലമെന്ന ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി വന്നത്. ഖമേനിക്കെതിരെ ഉയരുന്നവരുടെ കൈ വെട്ടിമാറ്റുമെന്നും രാജ്യം ചുട്ടു ചാമ്പലാക്കുമെന്നും ഇറാൻ സൈന്യത്തിന്റെ വക്താവ് ഭീഷണി മുഴക്കിയിരുന്നു. ഇങ്ങനെ ഇരുപക്ഷവും വെല്ലുവിളി മുഴക്കി മുന്നോട്ടു പോവുകയാണ്. ഇറാനിൽ അരങ്ങേറിയ ജനകീയ പ്രക്ഷോഭത്തിൽ US ഇടപെട്ടതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. ജനകീയ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനെതിരെ ട്രംപ് രംഗത്തു വന്നിരുന്നു. ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇതിനെതിരെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും രംഗത്തു വന്നിരുന്നു. ഇതോടെയാണ് വീണ്ടും മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിന്റെ മേഘങ്ങൾ നിറയുകയാണോ എന്ന ആശങ്ക ഉയർന്നത്. അതിനിടെ പസഫിക് സമുദ്ര മേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിത്തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വരുന്നു. സൗത്ത് ചൈന കടലിലായിരുന്ന പോർവിമാനവാഹിനി USS എബ്രഹാം ലിങ്കണും അകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളുമാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ചൊവ്വാഴ്ച ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പ്രവേശിച്ചെന്നാണ് വിവരം. ഡിസംബർ 28-നാണ് ഇറാനിൽ പ്രതിഷേധങ്ങളുടെ തുടക്കം. സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും രൂക്ഷമായപ്പോൾ തെഹ്റാനിലെ വ്യാപാരികളാണ് കടയടപ്പ് പ്രക്ഷോഭം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ അത് രാജ്യത്തിലുടനീളം വ്യാപിച്ചു. ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. 31 പ്രവിശ്യകളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു. പ്രതിഷേധത്തെ തകർക്കാൻ സായുധസേനയും രംഗത്തിറങ്ങി. തുടർന്നാണ് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി തന്നെ പരസ്യമായി സമ്മതിച്ചത് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി ഒരു വിശദീകരണവും വന്നിട്ടില്ല. US-ലും നോർവേയിലുമുള്ള 2 മനുഷ്യാവകാശ സംഘടനകളാണ് മരണസംഖ്യ അപ്ഡേറ്റ് ചെയ്തത്. 4000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് US-ലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി ഒടുവിൽ റിപ്പോർട്ട് ചെയ്തത്.